പൊതുമേഖലയിൽ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച മാള പൂപ്പത്തിയിലെ ചക്ക സംസ്കരണ ഫാക്ടറി അടഞ്ഞുകിടക്കുന്നു. നിരവധി പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും ഫയലിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഫാക്ടറിയുടെ പൂട്ട് തുറക്കാൻ കൃഷി വകുപ്പിന് കഴിഞ്ഞില്ല. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കീഴിൽ കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടെയാണ് 3 കോടി ചിലവിൽ ചക്ക ഫാക്ടറി തുടങ്ങിയത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പൾപ്പ്, നെക്ടർ, മിഠായി, ജാക്ക് ഫ്രൂട്ട് ബാർ, ചക്കക്കുരു ഉൽപ്പന്നങ്ങൾ, ചക്ക ഹൽവ, ജാം, പൗഡർ എന്നിവയുടെ നിർമ്മാണമാണ് പദ്ധതിയിട്ടത്. ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയ 2018 ഏപ്രിൽ മാസത്തിൽ പ്രവർത്തന മൂലധനമായി ആകെയുണ്ടായിരുന്നത് 1.13 ലക്ഷം രൂപ മാത്രമായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ പ്രവർത്തന മൂലധനം ലഭിച്ചിട്ടില്ല. 2024 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 1.75 കോടി രൂപയുടെ പദ്ധതിയും എങ്ങുമെത്തിയിട്ടില്ല. കുറഞ്ഞ വിലയിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് ചക്ക കയറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ 1997 ഒക്ടോബർ 9 അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ പൂപ്പത്തിയിലെ 1 ഏക്കർ സ്ഥലത്ത് പഴം പച്ചക്കറി സംസ്കരണശാലയ്ക്ക് ശിലയിട്ടത്. വ്യക്തമായ പദ്ധതികളുമായി നിർമ്മാണം പൂർത്തീകരിച്ച് അഗ്രോ ഫുഡ് പാർക്കിന്റെ ചക്ക സംസ്കരണ ഉൽപാദന കേന്ദ്രം 2016 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ചക്ക സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും വ്യക്തതയും മൂലധനവും അന്നും ഇന്നും ലഭിച്ചിട്ടില്ലെന്നതാണ് പദ്ധതിയുടെ പരാജയത്തിനും പൂട്ടിയിടാനും ഇടയാക്കിയത്. TCV ന്യൂസ്, മാള.